എന്റെ അമ്മച്ചി വല്ലാതെ വിശക്കുന്നു. എന്താണ് കഴിക്ക? വേഗം പോ, നമുക്ക് പാനിപ്പൂരി കഴിക്കാം. ചേട്ടാ, എനിക്ക് റവ ഇട്ടത്. എനിക്ക് മസാല ഇട്ടതാ വേണ്ടത്. വെള്ളം, വേഗം വെള്ളം താ. ഞാൻ ചോദിച്ചു റോഡിൽ കിടക്കുന്ന വെള്ളമല്ല, കുടിക്കാനുള്ള വെള്ളം താ. ഇവന് മധുരം കൊടുത്താൽ ശരിയാവും. ഇപ്പോൾ മധുരത്തിന് എവിടെ പോകാനാണ്? അത് ഞാൻ പോയി നോക്കാം. ഇതാ കിട്ടിപ്പോയി. കൂട് വേണ്ട, ഞാൻ കൂടൊന്നും കഴിക്കില്ല. അത് വളരെ വലുതായിരിക്കും. എടാ, ഞാൻ പറഞ്ഞത് കൂട് കഴിക്കാനല്ല, അത് തേനീച്ച കൂടാ. അതിൽ തേനുണ്ട്. വേഗം വാ. തേനീച്ച ചേച്ചി, വേഗം ഒരു പ്ലേറ്റ് തേനിങ്ങി കൊണ്ടുവാ. ഒരു പ്ലേറ്റ് തേനോ? ഞാൻ എന്താടാ ഇവിടെ ഹോട്ടലോ മറ്റോ നടത്തുവാണോ? സൂക്ഷിച്ച് സംസാരിക്കണം. ഇതെന്താ പൂച്ചയാണോ തന്തൂരിയാണോ? ഇവന്റെ വായിലും മൂക്കിലും ചെവിയിലും ഒക്കെ ആവി പറക്കുകയാണല്ലോ. ഇവൻ വല്ലാത്ത എരി കഴിച്ചു പോയി. അതിനു വേണ്ടിയാ തേൻ ചോദിച്ചത്. എനിക്ക് തോന്നുന്നത് ഇവന് കൊടുക്കണ്ട എന്നാണ്. കവിത പറയാതെ എങ്ങനെ തേൻ കൊടുക്കാൻ കഴിയും? ആരാണിത്? കണ്ടിട്ടൊരു ട്യൂബ് ലൈറ്റിനെ പോലെ ഉണ്ടല്ലോ. ഹു ഈസ് ഹി? ട്യൂബ് ലൈറ്റോ? അങ്ങനെയാണെങ്കിൽ നിന്റെ പേരെന്താണെന്ന് പറയേ. ട്യൂ ആണ് എന്റെ പേര്. മുഴുവൻ പേര് തുളസി ഭായ്. അപ്പൊ നീ എപ്പോഴും പറമ്പിലാണ് ഉണ്ടാവുകയല്ലേ? കാരണം എന്റെ പറമ്പിൽ മുഴുവൻ തുളസിയാണ്. ഓ, ഷട്ട് അപ്പ്. കോൾ മീ ടു. നീ മേടിക്കും കേട്ടോ. എന്റെ അടുത്ത് അല്പം തേനുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം. എന്തിനാ കൊടുക്കുന്നത്? നിനക്കെന്താ വട്ടാണോ? അതിന്റെ ആവശ്യം എന്താണ്? എല്ലാം ക്ലിയർ ആണ്. തേൻ അധികമാണെങ്കിലും കുറവാണെങ്കിലും ശരി, ആ തേനാർക്കാണ് സ്വന്തം. ഇതൊന്നും ഒട്ടും ശരിയല്ല കേട്ടോ. എപ്പോഴും വന്ന് തേൻ മോഷ്ടിച്ചോണ്ട് പോവാ നിങ്ങള്. സില്ലി ബോയ്. ഡ്യൂഡ്, ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവര് രണ്ടുപേരും വല്ലാതെ സംസാരിക്കുകയാണല്ലോ. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. എടാ, ഞങ്ങൾ കൂട്ടുകാർ, ഞങ്ങൾ ക്യാച്ച് എടുക്കട്ടെ. അവരെ രക്ഷിക്ക്, അവർക്ക് പറക്ക് പറ്റൂ. ചക്കരേ, ഞങ്ങളെ കളി പഠിപ്പിക്കാൻ വരല്ലേ? വന്നാ ഞങ്ങളിത് ഇതുപോലെ പഠിപ്പിക്കും. വാ, മറ്റു സ്ഥലങ്ങളിലെ തേനീച്ചകൾക്ക് നമുക്ക് നല്ലൊരു പണി കൊടുക്കാം. പോകാം. ഒരു മിനിറ്റ്, ഈ കൂട് കൂടി പൊട്ടിച്ചിട്ട് പോയേക്കാം. പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അതാണ് ഇവർക്കുള്ള ശിക്ഷ. ഇവരെന്തായി കാണിക്കുന്നത്? ആ പാവത്തങ്ങളുടെ കൂടും പൊട്ടിച്ചു. അവരെ വിടരുത്. പിടിക്കേ. വേഗത്തിൽ പോ. വേഗത്തിൽ പോ. ഒന്ന് വേഗം പോ. ഇനിയും വേഗത്തിൽ. പോ. ഇനിയും വേഗത്തിൽ. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, the Crazy Chase.
brand new game. Download now only on Google Play Store. അല്ല നിങ്ങൾ കരടിയുടെ പുറകെ പോയില്ലേ? ഓ ലാ 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 അതുകൊണ്ട് എന്താ കാര്യം? ഇവിടെ ശരീരം മുഴുവൻ പരിക്ക് പറ്റിയിരിക്കുക. അപ്പോഴാ ഒരു ഒടുക്കത്തെ പാട്ട്. ഞങ്ങൾ എന്ത് ചെയ്യാനാ? അവരുടെ മുടി വളരെ വലുതാണ്. അവരെ കുത്താന്ന് വെച്ചാ അവരുടെ മുടിയുടെ ഇടയിൽ ഞങ്ങൾ പോയി കൊടുങ്ങും. കരടികളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നത് മുടി കൊണ്ടാണ്. മുടി മാത്രം അവർക്കില്ലായിരുന്നെങ്കിൽ അവരെ നല്ലൊരു പാഠം പഠിപ്പിച്ച് ശിക്ഷയും നൽകുമായിരുന്നു. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഞങ്ങളോടൊപ്പം കാട്ടിലേക്ക് വരൂ. കരടികളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുഴികൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞങ്ങളെ പുറത്തേക്ക് എടുക്ക്. ഞാനെന്തിനു പുറത്തേക്ക് എടുക്കണം? നീ കുഴിയുണ്ടോ എന്ന് നോക്കി ഓടണമായിരുന്നു. Who are you? ഞങ്ങളെ വേഗം പുറത്തേക്ക് എടുക്ക്. എന്നിട്ട് ഇവളെ പിടിച്ച് കുഴിക്കകത്താക്ക്. ഈ കരടികൾ വളരെ ബുദ്ധിശാലികളാണ്. ശക്തരും കൂടിയാണ്. ഇവരെ ബുദ്ധി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയൂ. എന്റെ പക്കൽ ഒരു ഐഡിയയുണ്ട്. കണ്ടു ഞാൻ ഗുഹ. പക്ഷെ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ നിങ്ങളെ വിളിച്ച ഉടൻ നിങ്ങൾ നിങ്ങളുടെ സംഘവും ഇവിടെ എത്തണം. കരടികൾ എവിടെ? കിട്ടിപ്പോയി, കിട്ടിപ്പോയി. എന്ത് കിട്ടിപ്പോയെന്നാടാ ഈ പറയുന്നത്? ഇല്ല, വേറൊന്നുമില്ല. ഞങ്ങൾ അടുത്ത പടത്തിന്റെ ഹീറോ കിട്ടിയെന്നാ പറഞ്ഞത്. ഞങ്ങൾ പടം നിർമ്മിക്കാൻ പോവാണ്. അതെയോ? പടമോ? ഇവന്മാര് തന്നെയല്ലേ നമ്മളെ അപ്പോൾ പിന്തുടർന്നു കൊണ്ടിരുന്നത്? ഇവന്മാരാ തേനീച്ചകളുടെ കൂട്ടുകാരാണ്. ഞങ്ങള് പടത്തിന് വേണ്ടി ലൊക്കേഷൻ നോക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ തേനീച്ചകളുടെ അടുത്തേക്ക് പോയത്. അപ്പോഴാ നിങ്ങൾ അവിടെ വെച്ച് കണ്ടത്. നിങ്ങൾ ഹീറോസിനെ പോലെ ഉണ്ട്. ഹീറോസിനെ പോലെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നോണ്ട് എന്ത് കിട്ടാൻ പോവുക? നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടും. ഒരു ബോട്ടിൽ തേന്. Look at this guys. What a hero. Tall, dark, handsome. ഹീറോ തന്നെ, യഥാർത്ഥ ഹീറോ. ഇദ്ദേഹവും ഹീറോ തന്നെ. ഇതാണ് വില്ലൻ, ഹണി വില്ലൻ. നിങ്ങളെല്ലാവരും ഹീറോസിനെ പോലെ തന്നെയുണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. നോ, ഒരു പ്രോബ്ലമും ഇല്ല. എല്ലാം കൊള്ളാം. എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. അതാണ് ശരി. നിങ്ങൾക്ക് എന്താ ആരെയും താഴേക്ക് ഇറക്കുന്ന സ്വഭാവമേ ഇല്ലേ? മുകളിൽ നിന്ന് അങ്ങനെ താഴേക്ക് ഇടുകയാണ്. നിങ്ങൾ കരടികളോ അതോ ക്രൈനോ? ശരി, എന്നാ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. ആദ്യത്തെ സീനിൽ നിങ്ങൾ വില്ലനിൽ നിന്നും തല്ലുകൊള്ളുന്നു. പിന്നീട് നിങ്ങൾ ഫേമസ് ആകും. ഹണി, എല്ലാ ഹീറോസിനെയും മേക്കപ്പ് ചെയ്യ്. എടാ ഒരു മിനിറ്റ്. എടാ ഇതിലെ വില്ലൻ ആരാടാ? തേനീച്ചകളാണ് വില്ലൻ. ലൈറ്റ്, ക്യാമറ, ആക്ഷൻ. കട്ട്. കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഒന്നുകൂടെ തല്ല്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ചുകൂടെ ഇമോഷൻ വേണം. ഇമോഷൻ. തുടങ്ങാം. ആക്ഷൻ മാസ്റ്റർ, അവരെ സഹായിക്ക്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആക്ടിംഗ് ഒന്നും അറിയില്ല. നല്ല ഷോട്ട് കിട്ടുന്നത് വരെ നിങ്ങൾ ഷൂട്ടിംഗ് തുടർന്നോളൂ. ഇനി മെയിൻ വില്ലന്റെ ഡയലോഗ്. എടാ, ഇത് 100 കിലോയുടെ കൈയാണ്. ഇതുകൊണ്ടൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നീ പിന്നെ എണീക്കില്ല, എഴുന്നള്ളും. എക്സലന്റ്. എന്ത് ഡയലോഗ് ഡെലിവറിയാ ഇത്? ഹീറോ ബാലു, തന്റെ ഡയലോഗ് പറയാ. അമ്മാച്ചി, എപ്പോ നോക്കിയാലും ഇവര് മാത്രമാണല്ലോ തല്ലുന്നത്. ഹീറോയും വില്ലനെ എപ്പോഴെങ്കിലും തല്ലണമല്ലോ.
ആ തല്ലണം. പക്ഷെ അത് പാർട്ട് 2-ലാണ്. അത് 5 വർഷം കഴിഞ്ഞ് തുടങ്ങും. അപ്പോ ഹീറോയ്ക്ക് തല്ലാം. ലൈറ്റ് ക്യാമറ സൂചി കുത്തിക്കോ. അല്ല, ഷൂട്ടിംഗ് തുടങ്ങിക്കോ. അല്ലല്ല, അങ്ങനെയല്ല ഇടിക്കേണ്ടത്. ഇങ്ങനെ. എന്റെ ചക്കരെ, ഒരു കുപ്പി തേനിന് വേണ്ടി ഇത്രയധികം പ്രയാസമോ? ഹീറോ ആവുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിനേക്കാളും പ്രയാസമാണ് ഒരു കുപ്പി തേൻ ശേഖരിച്ചെടുക്കുന്നത്. നിങ്ങൾ ഹീറോസ് അല്ല, നിങ്ങൾ വില്ലനാണ്. കാരണം നിങ്ങൾ ഈ തേനീച്ചകളുടെ തേന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നവരാണ്. ഇനി ഞങ്ങൾ ഇങ്ങനത്തെ തെറ്റ് ചെയ്യുകയില്ല. ഇതോടുകൂടി ഞങ്ങൾ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ചോദിക്കാതെ ഞങ്ങൾ ആരുടെയും സാധനങ്ങൾ എടുക്കുകയില്ല. ശരി, തേൻ എവിടെ? കിട്ടും നല്ല തേന് വേണോ നിനക്ക് തല്ല്?